നമസ്കാരം, വികടകവിയിലേക്ക് സ്വാഗതം. വാക്കുകൾ വരദാനമാണ് എന്നാണ് നമുക്ക് മുമ്പുള്ളവർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് അവർ കാണിച്ചു തരികയും ചെയ്തു. പക്ഷേ വാക്ക് വിറ്റുണ്ണുന്ന വാസവദത്തമാരുടെ കാലത്ത് ഈ ഉപദേശങ്ങൾക്ക് എന്തു പ്രസക്തി? അതുകൊണ്ട് തന്നെ ചില വാഗ്വിലാസങ്ങളിൽ നിന്നാണ് ഈ ആഴ്ച നമ്മൾ തുടങ്ങുന്നത്. കഥ നടക്കുന്നത് അങ്ങ് കണ്ണൂരിലാണ്. കണ്ണൂർ വളപട്ടണത്ത്. അവിടെ പുഴയിൽ വെറുതെ കിടക്കുന്ന മണല് ഒരു ലോറിയിൽ കയറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന പാവപ്പെട്ട ആൾക്കാരെ ക്രൂരന്മാരായ പോലീസുകാരെടുത്ത് ലോക്കപ്പിലിട്ടു. ഇതറിഞ്ഞ ഒരു ലോക്കൽ നേതാവ് ഒരു കക്ഷത്തിൽ ജനാധിപത്യ ബോധവും മറുകക്ഷത്തിൽ പൗരബോധവും മുറുകെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. പ്രവർത്തകന്മാരെ വിളിച്ചു പറഞ്ഞു അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്കേഴ്സ് എന്ന നിലയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ വിവരം അറിയുന്നത്. നേരെ ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വന്നു. നീ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? പുതിയ എസ് ഐ ഇവിടെ വന്ന് എസ് ഐ കാണണമെന്ന് പറഞ്ഞു. എസ് ഐന്റെ ക്യാബിനിൽ കയറി ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ അഴീക്കോട് ബ്ലോക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വന്നതാണ്, എന്താ വിഷയം ചോദിച്ചു. ബ്ലോക്ക് ബസ് ഉണ്ട് എനിക്ക് ഈ സ്റ്റേഷന്റെ അകത്ത് ഞാൻ പല വർഷങ്ങളായി എത്രയോ വർഷങ്ങളായി ഈ സ്റ്റേഷനും ഇതിനോടനുബന്ധിച്ച് കണ്ണൂർ ടൗൺ സ്റ്റേഷനും ബന്ധപ്പെട്ട് എത്രയോ സ്റ്റേഷനുകൾ ഞങ്ങൾ പോകുന്നതാണ്. പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ മാന്യമായി സംസാരിക്കാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പൂഴിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ പൂഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല ഞാൻ വന്നത്, നിങ്ങൾ അവരെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു അടിക്കാൻ പറയാം നീ ആരാ എണീക്കടാന്ന് പറഞ്ഞു. എണീക്കടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളത് എണീക്കടാന്ന് പറഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ആരാ മോനെ എണീക്കണം. ഫസ്റ്റ് തന്നെ എൻ്റെ മുഖം മുറി ഒറ്റ അടിയാണ്. അതിന് ഒരുപാട് ആൾക്കാർ സാക്ഷികളാണ്, അവിടുത്തെ പോലീസുകാർ സാക്ഷികളാണ്. അക്ഷന്തവ്യമായ അപരാധമാണ് ഈ പോലീസുകാർ ചെയ്തത്. അത്താഴപഷ്ടിക്കാരായ പാവം മണൽ മാഫിയക്കാർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയ ഒരു നേതാവിനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതറിഞ്ഞ സാക്ഷാൽ നേതാവ് അരയും തലയും മുറുക്കിയിറങ്ങി. കയ്യിലുള്ള ഏക ആയുധമായ നാവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. സ്റ്റേഷന്റെ അകത്ത് ഞാനുള്ളത് കൊണ്ട് അല്ലെ ചാപ്പിട്ടി കൊണ്ട് എന്റെ അടുത്ത് സ്റ്റേഷൻ വിളിക്കും. എസ് ഐ എല്ലാം കൊണ്ട് കാക്കിയോട് സുരേഷ് ഗോപിയോ സിനിമ നടൻ കല്ലിക്കോടൻ നാഗേഷൻ നെഞ്ഞിന് കുത്തിപ്പിടിച്ച് അടിച്ചിട്ടാക്കാൻ നീ ആരെവിടെ? എസ് ഐ ഈ ഉടുപ്പ് അയച്ചു വെക്കാൻ പറ്റുന്ന സമയം വേണ്ട, മനസ്സിലായി എനിക്ക്. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നിന്നെ വീട്ടിൽ രാഷ്ട്രീയം, ഇവിടെയല്ല. അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് ഇത്രയും കിട്ടിയ പോരാ. ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട മാഫിയക്കാരെ ഖാതറിട്ടവനെ തൊടാൻ ഇവർക്ക് ആര് ധൈര്യം നൽകി? എസ് ഐക്ക് മാത്രം പോരാ, എസ് പിക്കും ഇട്ട് കൊടുക്കണം. അത് കിട്ടുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയാ, തിന്നുന്ന രാജാവിന് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ തന്നെ എസ് പി ആവരുത് ഇവിടെ. നിങ്ങൾ ഒരു ചുക്കൂടെ നടന്നിട്ടില്ല. അവനെ പിടിച്ച് തല്ലിയതാണ്. ഇവിടെ വളപട്ടണം സ്റ്റേഷനിൽ നിരന്തരമായി നിങ്ങളുടെ എസ് ഐ നടത്തുന്ന നടപടിയാണ്. ഇതിന് മുമ്പ് ചവിട്ടിട്ടുണ്ട്. അത് മട്ടന്നൂർ സമയത്തും വരുന്ന മുഴുവൻ ആളുകളെയും അടിച്ചു ഇടിച്ചു സംഭവം ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ എസ് ഐക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളും കൂടെ യു ഷുഡ് ഓൾസോ ഫേസ് ദ കോൺസിക്വൻസ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഈ എസ് ഐ പ്രശ്നക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ചാർജ് എടുത്ത് 2 മാസം കൊണ്ട് 38 മണൽ മാഫിയ കേസുകളാണ് അദ്ദേഹം ഈ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. അഴിമതിക്കാരൻ എന്നൊരു പേര് ഇതുവരെ അദ്ദേഹം കേൾപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല വരുന്നതോ സ്വാതന്ത്ര്യ സമര സേനാനികളുള്ള സമുന്നതമായ ഒരു കോൺഗ്രസ് തറവാടിൽ നിന്നും. ഇതും പോരാഞ്ഞ് ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM പുറത്തിറക്കിയ ഹിറ്റ് ലിസ്റ്റിൽ അംഗവുമാണ് ഇദ്ദേഹം. ഇത്രയും പ്രശ്നക്കാരനായൊരു പോലീസുകാരൻ കണ്ണൂരിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല. എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. ബിക്കോസ് ഐ ആം ഹിയർ, യു ആർ ദേർ. വിത്തൗട്ട് സീയിങ് യു ആർ ടെല്ലിംഗ് മീ. മനസ്സിലായല്ലോ? ഇവിടുന്ന് പോലീസ് ഓഫീസർ ഇവിടുത്തെ എസ് ഐ തരുന്ന റിപ്പോർട്ടാണ് നിങ്ങൾ എന്തൊക്കെ പറയുന്നത്. ഐ നീഡ് നോട്ട് ഹിയർ യു. ഐ നീഡ് നോട്ട് ഹിയർ യു. ഇവിടുത്തെ എസ് ഐ തരുന്ന വെർഷൻ എന്നോട് പറയാൻ എസ് പി ശ്രമിക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ഹിയർ യു. ഇപ്പൊ ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് നിൽക്കുകയാണ്. ഞാൻ ഈ പ്രതികളെന്ന് പറയുന്നവരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇവനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവനെയാണ് ഓൻ പിടിച്ചിട്ട് സ്റ്റേഷനിലിട്ടെന്ന് പറയുന്നത്. സുരേഷ് ഗോപി എന്നാ ഇവൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഒന്നിവിടെ വരെ വന്ന് ഈ വിഷയം ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡീൽ ചെയ്യണം. നേതാവിന്റെ ശൈലി ഇതാണെങ്കിൽ അണികൾ പിന്നെ അഴിഞ്ഞാടും. തലയിലെ തൊപ്പിയോ തോളത്തെ നക്ഷത്രമോ നോക്കാതെ അവർ തനി ഗുണം കാണിച്ചു. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. വളപട്ടണം സ്റ്റേഷനിൽ ഉണ്ടായ സംഭവം ചാനലുകളും മാധ്യമങ്ങളും സത്യസന്ധമായ വസ്തുതയിൽ നിന്ന് വ്യതിചലിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയേണ്ടി വരും. അതെ, അതാണ് കാര്യം. നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല സത്യം. സത്യം എന്താണ് ഇദ്ദേഹം പറഞ്ഞു തരും. അത് മാത്രമാണ് സത്യം. അതുകൊണ്ട് ഈ മഹത് വചനങ്ങൾ നമുക്കിനി കേൾക്കാം. MP എന്ന നിലയ്ക്ക് ഞാനും MLA എന്ന നിലയ്ക്ക് ഷാജിയും ഞങ്ങൾ ആരും മണൽ മാഫിയകളെ സംരക്ഷിക്കാൻ പോയവരല്ല. മണലിന്റെ സംഭവത്തിൽ നിങ്ങൾക്ക് കേസെടുക്കാൻ നിങ്ങൾക്ക് വിടാം. നിങ്ങൾ അതിൽ തല്ലാനും നിങ്ങൾക്ക് അധികാരം തന്നിട്ടല്ലോ. റിമാൻഡ് ചെയ്തിട്ട് നിങ്ങൾ റിമാൻഡ് ചെയ്യാനും അധികാരം തന്നിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പൂഴി അൺഓതറൈസ്ഡ് ആയിട്ട് പൂഴി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ രജിസ്റ്റർ കേസ് അഗൈൻസ്റ്റ് ഇറ്റ്. യു ക്യാൻ ലെറ്റ് ദം ഫ്രീ. അതല്ലേ? അല്ലാണ്ട് അവനെ പിടിച്ച് ലോക്കപ്പിലാണ് നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ ഒരു കാര്യം പറയാം. ഞാനും ശ്രീ ഷാജിയും അവിടെ എത്തി പ്രവർത്തകരെ ആശ്വസിപ്പിച്ചിരുന്നില്ല എങ്കിൽ വളരെ ഗുരുതരമായ സംഭവം വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാകുമായിരുന്നു. ഒറ്റക്ക് പോയ രാകേഷ് പോലീസിനെ ആക്രമിക്കാനോ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനാണ് പോയതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലല്ലോ. തനിക്കോളം രാകേഷിനെ അറിയുന്നവർക്കറിയാം തെറ്റി സംസാരിക്കുന്ന ഒരു യുവജന പ്രവർത്തകനല്ല കല്ലിക്കോടൻ രാകേഷ്. എണീക്കടാന്ന് പറഞ്ഞു. എണീക്കടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളത് എണീക്കടാന്ന് പറഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ നീ ആരെയാണ് മോനെ എണീക്കണം? പക്വതയോടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. ബാക്കി മനോരമ മാതൃഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒന്നൊഴിച്ചു ബാക്കിയെല്ലാം യാഥാർത്ഥ്യമായി ഇതിനപ്പുറത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആരാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അവൻ നോക്കിയാണോ ചോദിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയോ സിനിമ രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം വീട്ടിൽ വെച്ചാൽ മതി പറഞ്ഞിട്ടില്ല. യൂണിഫോം അടിച്ച് പുറത്തിറങ്ങിയാൽ കാണാം അതും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മാതൃഭൂമിയല്ല, ഏത് ഇന്ദ്രന്റെ പത്രമായാലും പറഞ്ഞത് പറഞ്ഞു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ അവിടെ ചില ചാനലുകൾ കാണിച്ചു, ആക്രോശിച്ചു, ചിലര് പറഞ്ഞു തെറി വിളിച്ചു. എന്താണ് ഈ ഭാഷയിലെ തെറി? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ വികാരപരമായി സംസാരിച്ചിട്ടുണ്ട്. എന്തതിൽ തെറ്റ്? എന്താണ് ഇതിൽ അൺപാർലമെന്ററി എന്ന് പറഞ്ഞായിരുന്നു? പട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഇതിനോട് വികടകവി ഒന്നും പറയുന്നില്ല. സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ മറുപടി പറയട്ടെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉത്സവ സ്ഥലത്ത് ഒരാന മതം പൊട്ടിയെന്ന് നടിച്ച് ആൾക്കാർ മുഴുവൻ ചേറിപ്പാഞ്ഞ് കുത്തി മലർത്തുകയും കൊല്ലുകയും ചവിട്ടി തേക്കുകയും ചെയ്യുന്നത് കണ്ട ഉടനെ ആ ആനയെടുത്ത് ആരെങ്കിലും പോയി ചോദിക്കൂ? ജനങ്ങൾക്ക് ചേർന്നതാണ് എൻ്റെ പോലീസ്. ജനങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനും അത് തകർക്കാനൊക്കത്തില്ല. അതാണ് അതിൻ്റെ പ്രസക്തമായ ഭാഗം. അങ്ങനെ ഒരു വ്യാമോഹം ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട. ഇത് ശക്തമായ വെല്ലുവിളിയാണ്. പക്ഷേ ഒന്നുണ്ട്, കണ്ണൂരിൽ കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന നഴ്സുമാരുടെ സമരത്തിൽ ഒന്ന് എത്തി നോക്കാൻ പോലും സമയം കിട്ടാത്ത ഈ നേതാവ്, കണ്ണൂരിലെ സമുന്നതനായ കോൺഗ്രസ് നേതാവ് N രാമകൃഷ്ണന്റെ മരണ വീട്ടിൽ പോയി ഒന്ന് ആശ്വസിപ്പിക്കാൻ ജോലി ഭാരം കൊണ്ട് സമയം കിട്ടാത്ത ഈ നേതാവ് 2 മണൽ കടത്തുകാർ പിടിയിലായപ്പോൾ സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയതിനു പിന്നിൽ കൃത്യമായ ചില അജണ്ടകളുണ്ടായിരുന്നെന്ന് മനസ്സിലായത് പിന്നീടാണ്. അപ്പോ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ കള്ളക്കേസിൽ കുടുക്കാൻ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഗൂഢാലോചന നടക്കുന്നു.
എന്ന് പറയുന്നത് ഭരണത്തിന് ഭൂഷണമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരാക്ഷേപമായി ഉന്നയിക്കുന്നില്ല. പക്ഷേ ശരിയാണോ? പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാണിക്കാൻ ആരെ അനുവദിക്കരുത് എന്ന് തന്നെയാണ് 100% ഞാൻ പറയുന്നു. അതാരായാലും ശരി, മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പോലീസിന് കൊടുക്കുന്ന നിർദ്ദേശം. ഇത് ശരിയാണോ? LDF ഭരിക്കുമ്പോ UDFന്റെ പ്രവർത്തകന്മാർക്ക് രക്ഷയില്ല. UDF ഭരിക്കുമ്പോഴും UDFന്റെ പ്രവർത്തകന്മാർക്ക് രക്ഷയില്ലെങ്കിൽ കോടിയേരിയുടെ പോലീസും തിരുവഞ്ചൂരിന്റെ പോലീസും കണ്ണൂരിലെ UDFകാർക്ക് ഒരുപോലെയാണെന്ന് പറയേണ്ടി വരും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നു. ജനപ്രതിനിധികൾ നമ്മളുടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ അവർക്ക് അധികാരമുണ്ട്. ന്യായമായി ഏത് കാര്യം പറയുന്നതിന് അവർക്ക് ഒരു വിഷമവുമില്ല. മാന്യമായി അവരെ സ്വീകരിക്കും, വേണ്ട വിധം അവരെ പരിചരിക്കും. അവർ പറയുന്ന കാര്യം ന്യായമെങ്കിൽ ആ ന്യായത്തോടൊപ്പം നിൽക്കും. നീതിരാഹിത്യം ഇല്ലാതിരിക്കാൻ ജനപ്രതിനിധികളുടെ കൂടി സഹായം തേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അതേസമയം ന്യായരഹിതമായ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തി കാര്യം നടത്താം എന്ന് തീരുമാനിച്ചാൽ ആ കാലം കഴിഞ്ഞുപോയി എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. ആ പ്രവർത്തകന്മാർക്കൊരു ആപൽഘട്ടം വന്നാൽ പോലീസ് സ്റ്റേഷനല്ല കക്കോസ് മുറിക്കകത്ത് പോകേണ്ടി വന്നാലും ഞാൻ കയറി ചെല്ലും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതൊക്കെ അതാണ് ഒരു മനസ്സിന് സന്തോഷമെങ്കിൽ അത് നടക്കട്ടെ. കുറ്റം മറ്റാരുടേതുമല്ല, നമ്മുടേതാണ്. കാരണം അർഹതയില്ലാത്തവന്റെ കയ്യിലെ അധികാരം കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഓർത്തില്ല.